നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പ്രധാന പങ്കാളിയായ ചേർപ്പ് ഭഗവതിയുടെ പൂരത്തിന്റെ പത്രിക പ്രകാശനം നടന്നു. കലാകാരന്മാരായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും ചേർന്ന് പൂരം പത്രിക പ്രകാശനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം ചെയ്തു. പെരുവനം കേരളലക്ഷ്മി സംസ്കൃതം UP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് വിളംബര ജാഥ നടത്തി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പ്രധാന പങ്കാളിയായ ചേർപ്പ് ഭഗവതിയുടെ പൂരത്തിന്റെ പത്രിക പ്രകാശനം നടന്നു. കലാകാരന്മാരായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും ചേർന്ന് പൂരം പത്രിക പ്രകാശനം ചെയ്തു. ാമത് പെരുവനം ആറാട്ടുപുഴ പൂരത്തിൻ്റെ ബ്രോഷർ ആണ് ഭഗവതിയുടെ സമക്ഷത്തിൽ ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അത് ആരാധ്യനായ തായമ്പക ചക്രവർത്തി ശ്രീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ശ്രീ മട്ടന്നൂർ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ അദ്ദേഹവും ആണ് അത് പ്രകാശനം ചെയ്യാൻ ചേർപ്പിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം ചേർപ്പിലും പരിസരത്തും നിരവധി തായമ്പകകൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. ചേർപ്പ് ക്ഷേത്രത്തിൽ ഇങ്ങനൊരു ചടങ്ങിന് ഭഗവതിയുടെ മുന്നിലെത്തിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ നമ്മുടെ പൂരങ്ങൾ, എല്ലാ പൂരങ്ങളും രാജീവ് നേരത്തെ സൂചിപ്പിച്ച പോലെ അശുദ്ധി പുറപ്പാട് മുതൽ ചേർപ്പിൽ നിന്ന് തുടങ്ങി അത്തം കൊടികത്തോടു കൂടി നടക്കുന്ന നമ്മുടെ പൂരങ്ങൾ, പെരുവനം ഗ്രാമത്തിൻ്റെ പഴയ പെരുവനം ഗ്രാമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്ന പൂരങ്ങളെല്ലാം അതിഗംഭീരമായി എല്ലാ പ്രൗഢിയോടും ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി നടത്താൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും അധികം അന്നും ഇന്നും വാദ്യത്തിൻ്റെ പെരുമ കൊണ്ട് നടക്കുന്നത് തൃശ്ശൂർ പാലക്കാട് ജില്ലയിലാണെന്ന് അതൊരു സത്യമായ കാര്യമാണ്. അത് വിഷയം വാദ്യം എന്താണ് നമ്മൾ ചെയ്യുന്നത്, പ്രിയപ്പെട്ട സുഹൃത്ത് കുട്ടന്മാരും ഞാനൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞ് ആസ്വദിച്ച് കലാകാരന്മാരെ വളർത്താനുള്ള ഏറ്റവും പ്രശസ്തിയുള്ള സ്ഥലമാണ് തൃശ്ശൂർ പാലക്കാട്. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് 36 കൊല്ലം തൃശ്ശൂർ പൂരത്തിൻ്റെ പൊട്ടിയൊരാളും കൂടിയാണ്. അത് കാരണം ഈ മണ്ണിലാണ് ഇത് വളർന്നു വരുന്നത്. ഇത് മറ്റ് ലോകങ്ങളിൽ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചെണ്ടയിലൂടെ എത്തിക്കാൻ സാധിക്കുമോ, അതാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്ന പ്രവർത്തനം. അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇന്ന് ഇവിടേക്ക് വരാൻ സാധിച്ചത്. എന്തായാലും ഇത്രയും മഹൽ വ്യക്തികളുടെ കൂടെ ഈ ഒരു സംരംഭത്തിന് ക്ഷണിച്ച പ്രത്യേകിച്ചും പ്രിയപ്പെട്ട സുഹൃത്ത് രാജീവ് ഉൾപ്പെടെ ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എ കുമാരൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പ്രസിദ്ധ സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ, ക്ഷേത്ര വാദ്യകലാ അക്കാദമി പ്രസിഡന്റ് പത്മനാഭൻ, ചേർപ്പ് ഭഗവതി കൾച്ചറൽ ആൻഡ് ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ രാജീവ് മേനോൻ, കൺവീനർ M സുജിത് കുമാർ, ക്ഷേത്ര സമിതി പ്രസിഡന്റ് A ഉണ്ണികൃഷ്ണ വാര്യർ, വിവിധ പൂരം സംഘാടകർ, ക്ഷേത്ര ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മുട്ടുകോഴി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷം അത് 300 പേർക്ക് വിതരണം ചെയ്യുന്നതിനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ 290 പേരുടെ ലിസ്റ്റും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയൊരു 10 പേരുടെയും കൂടി ഉണ്ടാകുക. അഡീഷണൽ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്.
നമുക്കറിയാം മുട്ടയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. ആ കോഴിമുട്ട ഒരു ദിവസം കേരളത്തിൽ എത്രയാണ് ചിലവാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കും ഉണ്ടാവില്ല. നമ്മളുടെ നിരന്തരം നമ്മുടെ ഹോട്ടലുകളായാലും നമ്മളുടെ മറ്റ് തട്ടുകടകളിലായാലും നിരന്തരം കോഴിമുട്ടയുടെ ആവശ്യം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഗുണമേന്മയുള്ള നാടൻ കോഴിമുട്ട അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ആ കാര്യത്തിൽ മുട്ടയുടെ കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്ത ഗ്രാമമായിട്ട് മാറുക എന്നുള്ള വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം കോഴീനെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദനമൊക്കെ പെട്ടെന്നുണ്ടാവും, പക്ഷെ ആ ഉൽപ്പാദനം വളരെ കാലം നീണ്ടു നിൽക്കില്ല. അപ്പോൾ തുടർച്ചയായി ഈ പദ്ധതി വിതരണം ചെയ്തുകൊണ്ട് മുട്ടയുടെ ഉൽപ്പാദനം ശരാശരി നിലവാരത്തിൽ നിലനിർത്തുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് നമ്മൾ വെച്ച് മുന്നോട്ട് പോകുന്നത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശങ്കരനാരായണൻ അധ്യക്ഷനായി. ജനകീയാസൂത്രണം പ്രസ്ഥാനം അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളുടെ അവകാശങ്ങൾ ആസൂത്രണ സമിതി കൂടിയും വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടിയും അവസാന ഗ്രാമസഭയിൽ കൂടിയും ഉയർന്നു വന്ന പ്രശ്നങ്ങൾ നമ്മുടെ വല്ലച്ചര ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനിതാ ഘടക പദ്ധതി മുട്ടക്കോഴി വിതരണം എന്നുള്ളൊരു പദ്ധതി ഇന്നിവിടെ വിതരണം ചെയ്യുകയാണ്. ഏകദേശം 300 പേർക്ക് 5 കോഴി വെച്ചിട്ടാണ് വിതരണം ചെയ്യുന്നത്. അത് പ്രാവർത്തികമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ആ 5 കോഴീനെ വളർത്തി മുട്ട കൊടുത്ത് അതിന് ചെറിയ ഒരു തുക കണ്ടെത്തി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചായത്ത് പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളത്. തുടർന്ന് വല്ലച്ചിറ മൃഗാശുപത്രിയിലും പല്ലിശ്ശേരി ജൂപ്പിറ്റർ ക്ലബ്ബിലുമായി 300 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. യോഗത്തിൽ വെറ്ററിനറി സർജൻ ഡോക്ടർ KT ശിവദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സന്ധ്യ കുട്ടൻ, PS നിഷ, വാർഡ് മെമ്പർമാരായ മദനമോഹനൻ, രാജൻ, KV പ്രിയ, സുബ്രഹ്മണ്യൻ, കവിത ജോസ്, രവീന്ദ്രനാഥ്, ബെന്നി, സരിത വിശ്വൻ, രതിദേവി, ബ്ലോക്ക് മെമ്പർ സജീവൻ എന്നിവർ സംസാരിച്ചു. മൃഗാശുപത്രി ജീവനക്കാരായ TS ഹുസൈൻ, AS സതിമോൾ, കവിത വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. പെരുവനം കേരളലക്ഷ്മി സംസ്കൃതം UP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് വിളംബര ജാഥ നടത്തി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൂർവ്വ അധ്യാപകർ, OSA, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാസിക് ഡോൾ ശ്രദ്ധേയമായി. ചേർപ്പ് ഉപജില്ലാ കായികമേളയിൽ ഊരകം CMS LP സ്കൂളിന് വിജയത്തിളക്കം. തലോർ ദീപ്തി സ്കൂളിൽ ഗ്രൗണ്ടിൽ നടന്ന മാർച്ച് പാസ്റ്റിൽ വിദ്യാലയത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. കായിക മത്സരങ്ങൾക്കായി വിദ്യാലയത്തിൽ നിന്നും 11 കുട്ടികളാണ് പങ്കെടുത്തത്. തുടർന്ന് നടന്ന മിനി ബോയ്സ് 50-100 മീറ്റർ ഓട്ട മത്സരങ്ങളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥി ആദിദേവ് അനൂപിന് 1ാം സ്ഥാനവും ഓവറോൾ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും, മിനി ബോയ്സ് 50 മീറ്റർ റിലേ ഷട്ടിൽ 1ാം സ്ഥാനവും ലഭിച്ചു. LP അഗ്രിഗേറ്റിലും CMS LP സ്കൂളിനും 1ാം സ്ഥാനം ലഭിച്ചു. AIYF ചേർപ്പ് മണ്ഡലം കമ്മിറ്റി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. CPI നേതാക്കളായ PV അശോകൻ, PB ഷാജൻ, PT സണ്ണി, സുഭാഷ് മാരാത്ത്, ES പ്രദേശ്, സുബിത സുഭാഷ്, AIYF ജില്ലാ കമ്മിറ്റി അംഗം രേഖ, മണ്ഡലം സെക്രട്ടറി ഋഷിക്, മേഖലാ സെക്രട്ടറി ഹരീഷ് തേലപ്പുറത്ത് എന്നിവർ സംസാരിച്ചു. മനുഷ്യന്റെ ജീവനെടുക്കുന്ന വന്യജീവി ആക്രമണം തടയുക, വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പെരിങ്ങോട്ടുകരയിൽ സായാഹ്ന ധർണ നടത്തി. പ്രതിഷേധം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ആനകളുടെയും മറ്റ് വന്യജീവികളുടെയും ആക്രമണം പതിവായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി 43 വയസ്സുള്ള രാധ എന്ന് പറയുന്ന സഹോദരി നരഭോജി കടുവയുടെ ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ
അതിനെ മരണമായി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം വന്യജീവി, നരഭോജിയായ കടുവ മനുഷ്യ ശരീരം മുഴുവൻ കടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ രാധ എന്ന് പറയുന്ന സഹോദരിയുടെ ഭൂരിഭാഗം ശരീരഭാഗങ്ങളും ആ നരഭോജി കടുവ തിന്നു എന്ന് പറയുമ്പോൾ എത്ര വേദനാജനകമായ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MB സജീവ്, അശോകൻ പൊറ്റക്കാട്ട്, കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വേലായുധൻകുട്ടി, താന്യ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തുറയൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ എന്നിവർ സംസാരിച്ചു. PM ശരത് കുമാർ, ഷൈൻ നാട്ടിക, ബാബു കുന്നുമ്മൽ, ഉസ്മാൻ അന്തിക്കാട്, ബിജേഷ് പന്നിപ്പുലത്ത്, അക്ബർ പട്ടാട്ട്, രാമചന്ദ്രൻ പള്ളിയിൽ, ഷാനവാസ്, അക്ബർ പട്ടാട്ട്, സിദ്ദിഖ് കൊളത്തേക്കാട്ട്, സാജൻ ഇയാനി, വിനോഷ് വടക്കേടത്ത് എന്നിവർ നേതൃത്വം നൽകി. അസം സ്വദേശിയുടെ സൈക്കിൾ മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. വലപ്പാട് ചോഴിപ്പറമ്പിൽ 21 വയസ്സുള്ള ഭീമൻ രാഹുൽ എന്നയാളെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന രാഹുൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് മോഷണം നടത്തിയത്. ലഭ്യമായ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. 7500 രൂപ വിലമതിക്കുന്ന സൈക്കിളാണ് ഇയാൾ മോഷ്ടിച്ചത്. പ്രതിക്കെതിരെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ 3 ക്രിമിനൽ കേസുകളുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അന്വേഷണ സംഘത്തിൽ SHO MK രമേശിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ CN എബിൻ, SCPO PU മനോജ്, CPO ജസ്റ്റിൻ തോമസ് എന്നിവർ ഉണ്ടായിരുന്നു. അതിരപ്പിള്ളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ. വില്ലേജ് ഓഫീസർ KL ജൂഡാണ് പിടിയിലായത്. ROR സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിച്ചയാളോട് ഓഫീസർ 3000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇയാൾ വിജിലൻസിൽ പരാതി നൽകി. ഇന്ന് സ്ഥലപരിശോധന നടത്തിയ ശേഷം ഓഫീസിൽ തിരിച്ചെത്തിയ ശേഷം വിജിലൻസ് നൽകിയ ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ട് പരാതിക്കാരനിൽ നിന്നും വാങ്ങിയ ജൂഡിനെ തൃശൂർ വിജിലൻസ് യൂണിറ്റ് പിടികൂടുകയായിരുന്നു. പിടികൂടുമ്പോൾ കൈക്കൂലി പണം സോക്സിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. KL ജൂഡ് മുൻപും കൈക്കൂലി കേസിൽ പിടിയിലായിട്ടുണ്ടെന്ന് വിജിലൻസ് വ്യക്തമാക്കി. കാസർഗോഡ് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ശേഷം ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും കൈക്കൂലി വാങ്ങുന്നതെന്ന് വിജിലൻസ് പറഞ്ഞു. നിഷ്കാമ ഗ്രാമസേവാ സമിതിയുടെയും പാറളം സേവാഭാരതിയുടെയും നേതൃത്വത്തിൽ ഫെബ്രുവരി 2 ഞായറാഴ്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. വൈദ്യരത്നം ആയുർവേദ കോളേജിലെ കായ ചികിത്സ അഗതതന്ത്ര വിഭാഗങ്ങളുടെയും സംയുക്ത സഹകരണത്തോടെയായിരിക്കും സൗജന്യ ആയുർവേദ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടക്കുക. പള്ളിപ്പുറം പടിഞ്ഞാട്ടുമുറി സായുജ്യം സേവാ നിലയത്തിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയായിരിക്കും ക്യാമ്പ് സംഘടിപ്പിക്കുക. രജിസ്ട്രേഷനായി താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ 62014208 7403475959. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7730 രൂപ, പവന് 61840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പ്രധാന പങ്കാളിയായ ചേർപ്പ് ഭഗവതിയുടെ പൂരത്തിന്റെ പത്രിക പ്രകാശനം നടന്നു. കലാകാരന്മാരായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും ചേർന്ന് പൂരം പത്രിക പ്രകാശനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു.
പെരുവനം കേരളലക്ഷ്മി സംസ്കൃതം UP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് വിളംബര ജാഥ നടത്തി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.